ഈ വാജി വാഹനം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2 ദിവസമായിട്ട് എല്ലാവരും പറയുന്നത് വാജി വാഹനം കൊണ്ടുപോകാൻ മറ്റേ എന്തെന്ന് കുറിപ്പ് ASP കുറിപ്പുണ്ടായിരുന്നു. ഹൈക്കോടതി ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണൊക്കെ മിഴിച്ച് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ. ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. ഹൈക്കോടതി നമുക്ക് മനസ്സിലാവാത്തതാണോ ഹൈക്കോടതി? ഹൈക്കോടതി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ നല്ല പ്രവൃത്തികൾ തന്നെ നമ്മൾ പറയും. ഈ വാജി വാഹനത്തിൻ്റെ വിഷയത്തിൽ ഈ കൊടിമരത്തിൻ്റെ മുകളിലിരുന്ന് അതുപോട്ടെ, വാജി വാഹനത്തിൻ്റെ കൂടെ വേറെയും ആ കൊടിമരത്തിൽ ഇല സ്വർണ്ണ ഇല അങ്ങനെ എന്തോ നോക്കേണ്ടിരുന്ന അതൊക്കെ എവിടെ പോയി? അതൊന്നും ആരും പറയുന്നില്ലല്ലോ. ശരി, വാജി വാഹനം അങ്ങനെ കൊണ്ടുപോയി. ASP കുറിപ്പ് പറഞ്ഞ് ശരി നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഉടനെ പ്രയാർ ഗോപാലകൃഷ്ണൻ എല്ലാം കൂടെ ഇങ്ങനെ തൊഴുതു, അജയ് തറയിലും ഒക്കെ. അങ്ങനെ ആകട്ടെ, അതെങ്ങനെ പറ്റും? അവിടെ ഒരു ഓർഡറുണ്ട്. രാജഗോപാലൻ നായർ സാർ ഇരുന്നപ്പോൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രാജഗോപാലൻ നായർ സാർ ഇരുന്നപ്പോൾ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. അദ്ദേഹം ഇറക്കിയ ഓർഡർ പക്കയാണ്, കറക്റ്റാണ്. അതിന് മുന്നേയും നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ലാത്ത വേറെ മഹാക്ഷേത്രങ്ങളുണ്ട്. അവിടെ എന്നും വീട്ടിൽ കൊണ്ടുപോകില്ല. അത് ആ ക്ഷേത്രത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്നാൽ പിന്നെ കൊള്ളാമല്ല, നാളെ ശബരിമല വിഗ്രഹം എടുത്ത് തല വെച്ചോണ്ട് പോകല്ലേ, അതിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ഈ വിഗ്രഹം എനിക്ക് വേണമെന്ന് പറഞ്ഞ് തന്ത്രി. അതെന്തോന്ന് ഏർപ്പാടാണ്. ശരി, അതവിടെ നിൽക്കട്ടെ. ഈ 2012 തോന്നുന്നു, ഈ തന്ത്രിമാർ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തന്ത്രിമാർ ഒരു പെറ്റീഷൻ കൊടുത്തു. അവർക്ക് ഒന്നും കിട്ടുന്നില്ല, മറിച്ചാണ്, വേതനം കൂട്ടണം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതിനുവേണ്ടി ഈ തന്ത്രിമാരുടെ ഒരു യോഗം രാജഗോപാലൻ നായർ സാറാണിത് ചെയ്തെന്ന് എൻ്റെ ഒരു ഓർമ്മ. അവർ ദേവസ്വം ബോർഡ് വിളിച്ചു കൂട്ടി. അപ്പോൾ ഈ തന്ത്രിമാരെല്ലാം അവിടെ വന്നു. അപ്പം അതിന് ഉരുത്തിരിഞ്ഞതാണ് ഈ ഒരു ഓർഡർ എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയോ തെറ്റോ എനിക്ക് അറിഞ്ഞുകൂടാ. സബ്ജക്റ്റ് ടു വെരിഫിക്കേഷൻ, അപ്പം സബ്ജക്റ്റ് ടു കറക്ഷൻ. അപ്പം ആ ഓർഡറിൽ ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജഗോപാലൻ നായർ സാർ ഒപ്പിട്ട ഓർഡർ ആ ബോർഡിൻ്റെ ഓർഡറാണ്. ഈ ബോർഡിൻ്റെ ഈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിലവൻസ് മനസ്സിലാക്കാതെയാണ് നമ്മുടെ പല ചാനലുകളും പല ആളുകളും പറയുന്നത്. അതുകൊണ്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്. ബോർഡിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡിൻ്റെ ഓർഡർ ദേവസ്വം ബോർഡ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഈ സ്റ്റാറ്റ്യൂട്ടറിയാണ്. നിയമസഭയിൽ വെച്ച് പാസ്സാക്കിയ ഒരു സാധനമാണ്. ഈ ഓർഡറല്ല, ദേവസ്വം മാനുവലും ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം അതിൻ്റെ ബേസിലാണ് ദേവസ്വം മാനുവൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ബേസിലാണ് ഈ ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ബോർഡിൻ്റെ ഡിസിഷനാണ് ഈ തന്ത്രിക്ക് അങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളൊരു ഓർഡർ. ആ ഡിസിഷൻ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് റിവേഴ്സ് ചെയ്യണമെങ്കിൽ, ഒന്നുകിൽ ആരെങ്കിലും SLP സുപ്രീം കോടതി പോകണം. സുപ്രീം കോടതി ഒരു സംഗതി പറഞ്ഞാലല്ല, ഒരു ഓർഡർ ഇറക്കിയാൽ അത് നിയമമാവും. നമ്മുടെ നിയമസഭയ്ക്കും പാർലമെൻറ്റിനും പിന്നെ സുപ്രീം കോടതിക്കും മാത്രമേ ഇന്ത്യയിൽ നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓർഡർ, ഈ രാജഗോപാലൻ നായർ സാർ ഇറക്കിയ ഓർഡർ റിവേഴ്സ് ചെയ്യണമെങ്കിൽ, അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ SLP പ്രകാരം സുപ്രീം കോടതിയിൽ ആരും പോകണം. പ്രയാർ ഗോപാലകൃഷ്ണൻ ഇരുന്നപ്പോഴാണ് എൻ്റെ അഭിപ്രായത്തിൽ, അദ്ദേഹം മരണപ്പെട്ടു പോയി, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഫാക്ട് ഈസ് ഫാക്ട്, ഹിസ്റ്ററി ഈസ് ഹിസ്റ്ററി. പിന്നെ അന്നിരുന്ന മെമ്പർമാരും ഈ അന്നത്തെ പ്രസിഡൻറ്റും ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ഇപ്പം ഞാനായിരുന്നു അവിടുത്തെ മെമ്പർ, അല്ലെങ്കിൽ ഞാനായിരുന്നു അവിടുത്തെ പ്രസിഡൻ്റ് എങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് ആരെങ്കിലും വിട്ട് ഞാൻ സുപ്രീം കോടതിയിലോ ഞാൻ ഹൈക്കോടതിയിലോ ഉടൻ കടലാസ് കൊടുക്കും. ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, അങ്ങർക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ആരും കൊടുത്തില്ല. അതിൽ നിന്ന് മനസ്സിലായല്ലോ, ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. നേരത്തെ ഇതാണ് കോൺസ്പിറസി എന്ന് നമ്മൾ പറയുന്നത്. 120B